നേരെ എത്ര എന്റെ വിചാരം കുളിക്കാന്നാണ്. 8:30 കഴിഞ്ഞു. നീക്കി 9 മണിക്ക് പോകണ്ട നമുക്ക്. അത് ശരി. ഞാൻ ഇവിടെ എന്നോട് കുളിക്കുക വിളിച്ചറിഞ്ഞ് പൊട്ടാണോ ഇരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മായിയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. വീണ്ടും നമുക്കൊരു കല്യാണം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. ഇപ്പം രാവിലെ അദ്ദേഹം ഉറക്കെ എനിക്കിങ്ങനെ ഇരിക്കാൻ കേട്ടോ. വർഷമായിട്ട് ഉറങ്ങാണ്. നീ റെഡി ആവണം. ഇപ്പം സമയം 8 മണിയായിട്ടാ. ഒരു 10 മണിക്കോ അത്ര അപ്പോഴാണ് കെട്ടുള്ളത്. അപ്പം ചേച്ചിക്ക് ഇന്നലെ വന്നിട്ടുണ്ടായി. അപ്പം എല്ലാവരും ഇതേ എണീറ്റിട്ട് ഓരോ പരിപാടികളും തീർക്കാണ്. അങ്ങനെ ഞാൻ പോയിട്ട് ഇങ്ങനെ വേഗം കുളിക്കട്ടെ കേട്ടാ. ഇന്നലെ പാർട്ടിക്ക് പോയിട്ട് ഇവിടെ കണ്ണൊന്നും കഴുകാനുള്ള സമയം കിട്ടിയില്ല. നേരെ വന്ന് കിടന്നുറങ്ങിയതായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഈ കൺമശൊക്കെ കളയണം. അല്ലെങ്കിൽ അങ്ങനെ കരിമ്പൂതും പോലെ ഇരിക്കും. അപ്പോൾ വേഗം പോയിട്ട് കുളിച്ച് സെറ്റാവട്ടെ കേട്ടാ. അങ്ങനെ കുളിക്കലും പുറപ്പെടലൊക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയൊക്കെ വേഗം പുറപ്പെട്ടു. അച്ഛനെ വേഗം പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊഴിലും തരുന്നുണ്ടായിരുന്നില്ല. കല്യാണം ശരിക്കും ഉണ്ടായിരുന്നത് 10:30 കേട്ടോ മുഹൂർത്തം. പക്ഷെ അച്ഛൻ 9:30 മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വേഗം പുറപ്പെടുപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ അമ്പലത്തിലെത്തി. നമ്മുടെ അത്താണിയിലുള്ള കുറ്റിയങ്കാവ് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ കെട്ട്. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ടീംസ് ഫുള്ളോടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അച്ഛന് മാത്രം കല്യാണം കൂടാൻ പറ്റില്ല കേട്ടോ. അവൾക്ക് ക്ലാസ് തുടങ്ങി. അവള് ബാംഗ്ലൂരിലാട്ടോ. അപ്പൊ അതിന്റെ നല്ല വിഷമത്തിലാണ് അച്ചു. പിന്നെ നമ്മുടെ അതും ആളും കേട്ടോ. ഇവിടെ അതുകൊണ്ട് പ്ലാസ്റ്ററൊക്കെ വെട്ടി ഇപ്പൊ സെറ്റായി കുട്ടി. പിന്നെ മാളുതേ അവളുടെ മുഖം ഭംഗിയുണ്ടോ വീഡിയോ ഓൺ ആക്കിയിട്ടോ നോക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കണ്ടേട്ടാ. പിന്നെ നമ്മള് ഗേൾസ് എല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ടി എന്നെ കാണാൻ ഭംഗിയില്ലേ, മുടി കിട്ടിയത് ഭംഗിയില്ലേ, അങ്ങനെ ചോദിച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ ആദർശന്റെ മുണ്ട് ടിഷ്യൂന്റെ ആയിരുന്നു. അപ്പൊ അത് നൈസായിട്ട് ഇങ്ങനെ നമ്മൾ ഉടുത്തോടുത്ത് നിൽക്കുന്നില്ല. നമ്മുടെ ആദർശയുടെ അതൊക്കെ എടുത്ത് ഉടുക്കാറുണ്ട്. എനിക്ക് അച്ഛൻ കുറി തൊടാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മാളുവിന്റെ അടുത്തടി അമ്പലത്തിൽ പോയിട്ടൊന്നും കുറി എടുത്ത് വായോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. പിന്നെ ചേച്ചിയുടെ സാരി കുത്തിയത് റെഡി ആയിട്ടില്ല പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഇരുന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവള് അച്ഛങ്ങ ഫുള്ള് ഡ്രൈപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. അതാണ് അവൾക്ക് സുഖമായിട്ടോ. എനിക്ക് അച്ഛങ്ങ സാരി എടുക്കാന്ന് വെച്ച് തീരെ മറ്റേ ബ്ലൗസൊന്നും കൊള്ളാതെ ആകെ ഞാൻ കഷ്ടപ്പെട്ടു. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് മാളുവാണ് കേട്ടോ. മാളു വീഡിയോ എടുക്കുമ്പോഴൊരു പ്രത്യേകതയാണിത്. എല്ലാവരുടെയും വായയിലും മാളുവിന്റെ നീലക്കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇവിടെ കളിയാക്കാറ്. പിന്നെ ഇതാ നമ്മുടെ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടെ. ഇവിടെ വെച്ചാൽ നല്ല കാറ്റ് വീശുമ്പോൾ നമ്മുടെ മുടിയൊക്കെ അങ്ങനെ കേടായിട്ടും അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്ന്. പക്ഷെ നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കെട്ടിന്റെ സമയം കേട്ടോ. അപ്പൊ ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് 8ാം മാസം സ്റ്റാർട്ട് ആയില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ കയറിയില്ല കേട്ടോ. മാളുവാണ് എന്റെ ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തത് കേട്ടോ. ഇവിടെ വെച്ചാൽ 3 കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റേതായ തിരക്കോടെ ഉണ്ട്. പിന്നെ ഇതേ കല്യാണ ചിക്കനും പെണ്ണും ഇതേ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്ത്. കാരണം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിൽ പോലും ഞാൻ അധികം ഒന്നും ഇങ്ങോട്ട് വരാറില്ല. ഒന്ന് ചെറിയ കുട്ടിയാമ്പള വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു 4ലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ആദർശയുടെ പിറന്നാളിന്റെ നമ്മൾ ലാസ്റ്റ് കുറ്റിയങ്കാവ് അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ പ്രാവശ്യം വരുന്നത് അഞ്ജനയുടെ കല്യാണത്തിനാണ്. അപ്പൊ പിന്നെ എനിക്ക് ഉള്ളിലേക്ക് കയറാനും പറ്റിയില്ല. അപ്പൊ അഞ്ജന എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പാപ്പന്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മാളും അതും അച്ചുക്കുള്ള പോലെ തന്നെയാണ് നമുക്ക് അഞ്ജനയും. പക്ഷെ മറ്റവരായിട്ട് നമുക്ക് കൂടുതലൊരു ക്ലോസ് ആയിട്ട് തോന്നുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം അവർ ചെറുപ്പം തൊട്ടേ നമ്മുടെ ഒപ്പം തന്നെയാണ് കേട്ടോ. അത് കാരണമാണ് അവരായിട്ട് കൂടുതൽ. അഞ്ജന എന്ന് പറയുമ്പോൾ വെക്കേഷന് ഓണത്തിന് അങ്ങനെയൊക്കെ മാത്രമേ ഇവിടേക്ക് നിൽക്കാൻ വരാറുള്ളൂ. ബാക്കിയുള്ള ടീംസ് ഫുൾ ടൈം നമ്മുടെ മാള് കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ടേ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ആദ്യം ആയാലും അച്ചു ആയാലും നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ആ ഒരു ബോണ്ട് അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അച്ഛനും ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും വിഷമാവും കേട്ടോ. കാരണം നമ്മളെല്ലാവരും കൂടി കൂടുന്ന ടൈം ആരും വേസ്റ്റ് ആക്കാറില്ല. എല്ലാവരും എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അവൾക്ക് ഡിസംബറിൽ 1 മാസം ലീവ് കിട്ടി. അത് കാരണം ഇനി പിന്നെ ലീവ് എടുക്കാൻ പറ്റില്ല. അവളിപ്പോ നഴ്സിങ്ങിനാട്ടോ പഠിക്കുന്നത്. ആദർശന്റെ ലോട്ടറി എടുക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദർശന്റെ ലോട്ടറി എടുക്കുന്നത്. പക്ഷേ ഈ ഒരു അച്ഛമ്മ കണ്ടപ്പോൾ ആദർശന്റെ ഭയങ്കര ഫീലായി ഇത്രയും. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്തൊരു ലോട്ടറി എടുക്കുക പറഞ്ഞിട്ട് ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്. പിന്നെ അച്ഛനും വീശേട്ടനും എല്ലാവരും എടുത്തു. അപ്പൊ പിന്നെ അച്ഛമ്മയുടെ കുറച്ചൊക്കെ ലോട്ടറി വിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇതേ മാളുവിന്റെ അനിയൻ ഇതാണ്ട് മാളുവിന്റെ അച്ഛൻ ഇങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുക്കട്ടോ. നമ്മളെല്ലാവരും പിന്നെ ഫോട്ടോസ് എടുക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ രാധേച്ചിന്റെ വലിയച്ഛന്റെ മോളാണ് കേട്ടോ. ആളെപ്പോൾ വരുമ്പോഴും നിങ്ങൾ വീഡിയോ നോക്കിയാൽ കാണാം ആളുടെ ഇടത്തും വലത്തും 2 പുത്രന്മാരുണ്ടാവും. കാരണം ചേച്ചീനെ ഒരു നേരം നിൽക്കാൻ സമ്മതിക്കില്ല. 6 അടുത്തേക്കും പോവില്ല. 2ഉം ചേച്ചീനെ അപ്പുറത്തും ഇപ്പുറത്തും വലിച്ചോണ്ടേ നിൽക്കൂട്ടാ. 3 കല്യാണം ഉണ്ട്. എത്ര 3ാമത്തെ കഴിഞ്ഞത് അല്ല
നമ്മുടെ കയ്യിൽ എത്രയൊക്കെ വില കൂടിയ ഫോൺ ഉണ്ടെങ്കിലും മാതൃശ്ശേന്റെ ഫോണും മാതൃശ്ശേന്റെ ക്ലിക്കും കിട്ടിയാലാണ് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ ഇതേ വിഷ്ണുവേട്ടനും അഞ്ചും കൂടിയിട്ട് എത്തിയിട്ടാ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു പാടും ഈ ഒരു അമ്പലും ഈ ട്രെയിൻ പോണ വ്യൂവും അടിപൊളി എന്ന് വെച്ചാൽ അങ്ങനെ നല്ല ഭംഗിയാണ്ടോ കാണാൻ വേണ്ടി. അപ്പൊ അത് അമ്മായിയൊക്കെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ. അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ കെട്ടൊക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. മുടി മഞ്ഞിട്ട് വരും. അപ്പൊ ശരിക്കും മുഖമാക്കി ഇങ്ങനെ വേണ്ടിട്ട് ചെവിതാക്കി ഇങ്ങനെ എല്ലാവരുടെയും ഫോട്ടോഷൂട്ട് തകൃതിയായിട്ട് കഴിഞ്ഞുട്ടാ. പിന്നെ ചേച്ചി പറഞ്ഞു നിങ്ങൾ എന്താ നോക്കിക്കണം, നിങ്ങളുടെ 2 ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞുട്ടാ. അങ്ങനെ ഞങ്ങളും നിന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആദർശേൻ്റെ ഫോണാച്ചെങ്കിൽ വീഡിയോ എടുക്കാൻ ചേച്ചിയുടെ ഫോണാട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മളിതേ ചേച്ചി ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരാം, പിന്നെ മാളും ആണോ അതും ആണോ എനിക്ക് അറിഞ്ഞൂടാ, ഫോട്ടോ ഞങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടോ. അപ്പോൾ അമ്മായിമാരും ഞങ്ങളുടെ ഓപ്പോസിറ്റ് അമ്മായിമാരും അമ്മയും അച്ഛനും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടനാച്ചെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞാൽ ചില സമയത്ത് അങ്ങോട്ട് ഓവറാക്കിയിട്ട് കയ്യിൽ തരും കേട്ടോ. അങ്ങനെ എൻ്റെ തലയൊക്കെ പിടിച്ച് നീ ചാരി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ അങ്ങനെ ഒടിച്ച് വെക്കണ്ടോ. എനിക്ക് ആച്ചെങ്കിൽ ചുറ്റോറും ആൾക്കാരുള്ള കാരണം ഇടയ്ക്കൊരു ചമ്മലം ഇങ്ങോട്ട് വരും കേട്ടോ. ആദർശേട്ടൻ പിന്നെ അതൊന്നും വിഷയമല്ല, ആദർശേട്ടൻ നീ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കട്ടോ. പിന്നെ അമ്മായിയതേ നല്ലപോലെ നിൽക്കുക, ഇപ്പോഴും നല്ല ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. മാളുമ്മയുടെ കയ്യിൽ നോക്കട്ടെ, മാളുമ്മയുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടാവും, ഒരെണ്ണത്തിൽ വീഡിയോയും ഒരെണ്ണത്തിൽ ഫോട്ടോയും എടുക്കാൻ വേണ്ടിയിട്ട്. മാളുമായിട്ട് ഇപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെ ഞാനും വിനീഷേട്ടനും തേജു ചേച്ചി ആദർശേട്ടൻ കൂടിയിട്ട് ഞങ്ങളാരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോസ് നല്ല നല്ല ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത സാരി ഉണ്ടല്ലോ നമ്മുടെ മൈ ഡ്രീം കളക്ഷൻ, നമ്മുടെ സിന്ധു ചേച്ചിയുടെ പേജിൽ നിന്നുള്ള ഒരു സാരി ഉണ്ടോ, നല്ല അടിപൊളി സാരി ഉണ്ടോ, കല്യാണി കോട്ടണിൽ വരുന്നൊരു സാരിയാണ്. പിന്നെ ഇതേ വിഷ്ണുവേട്ടൻ അഞ്ചു ഞാൻ ചേച്ചി വിനീഷേട്ടൻ ആദർശേട്ടൻ എല്ലാവരും കൂട്ടിയുള്ള ഫോട്ടോസ്. നമ്മുടെ തേജപ്പന അച്ചങ്ങടൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചൊരി സ്വഭാവം വിളകും. അപ്പോൾ അവൻ പല പോസും ഇടും കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ആദർശേട്ടൻ കുറേ അപ്പുറത്തായിട്ട് കാറിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആദർശേട്ടൻ കാറൊക്കെ എടുത്ത് വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറി. അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ നമ്മുടെ ആദുവിനെ ഇങ്ങനെ ട്രോളിയോണ്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടനും അഞ്ചും ബൈക്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോണേ. പിന്നെ നമ്മുടെ അച്ഛനും വിനീഷേട്ടനും കൂടിയിട്ട് വിനീഷേട്ടൻ്റെ സ്കൂട്ടിയുമാണ് വരിക. അപ്പോൾ പിന്നെ മാളു ആദു അവരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറി കേട്ടോ. പിന്നെ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിനീഷേട്ടൻ അച്ഛനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് അമ്മയുടെ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും മിക്കവരും ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് നീ വന്ന് ചോറുണ്ട്, ഇപ്പോൾ 11:30-12 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറുണ്ടാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ വെള്ളം ദാഹം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അമ്മയുടെ വീട്ടിൽ പോയിട്ട് ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പോരാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വേഗം അകത്തേക്ക് കയറി. പിന്നെ ആദർശേട്ടൻ വണ്ടി സൈഡാക്കി വരുമ്പോഴേക്കും ആദർശേട്ടൻ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, കാരണം ചെക്കനും പെണ്ണിനൊക്കെ ഇങ്ങോട്ട് കയറേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവേട്ടനും വിനീഷേട്ടനും മഞ്ജു ഞാൻ ചേച്ചി തേച്ചപ്പൻ എല്ലാവരും വീടിൻ്റെ അകത്തും പെട്ടു. ആദർശേട്ടൻ അച്ഛങ്ങ് പുറത്ത് നിന്നുട്ടോ. അങ്ങനെ ചെക്കനെ ഇതേ അളിയൻ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റാണ്ടോ. അപ്പം അതിൻ്റെ പിറകു കൂടെ ആദർശേട്ടനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് അപ്പുറത്ത് കിണറിന്റെ ഭാഗത്ത് ഷീറ്റിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കാണ്. തേജുവിനെ വെച്ചാൽ ബോറടിച്ചിട്ട് വയ്യ പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ. ഇതാണ് ഞങ്ങളെ ഉണ്ണിമോള്. ഇവിടുത്തെ വയസ്സ് ഏറ്റവും കുറവുള്ള അമ്മായിയാണ്. അശോ അങ്ങനെ ഇതെല്ലാരും പിന്നെ കൂടിയിട്ട് ഡാൻസ് കളിക്കേണ്ട പാട്ടുകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തായാലും ഇന്ന് ഡാൻസ് കളിക്കണം. മാതൃശ്ശേനൊക്കെ ഇപ്പൊ എന്താ ഇൻട്രസ്റ്റ് എന്നറിയോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ ഭയങ്കര ചടപ്പാണ് കേട്ടോ. ഇപ്പൊ ആദർശാനാണ് എല്ലാത്തിനും മുന്നിട്ട് ഒരുങ്ങുക. ഇന്ന പാട്ടുകളും ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പാട്ടുകളും ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇത് കളിക്കണം അത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഇപ്പൊ ഡാൻസ് കളിക്കേണ്ട കാര്യത്തില്. പിന്നെ ഇത് ആദർശാന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉണ്ണിയാണ് കേട്ടോ. ഞങ്ങളുടെ കസിന്റെ ഒരു മോൾ തന്നെയാണ്. അപ്പൊ അതിനെ കണ്ടപ്പോൾ ആദർശേട്ടൻ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിർത്തിയിട്ട് വെറുതെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നിഷിയും ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ ഉണ്ണീനെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കാറുണ്ടോ എല്ലാവരും. അപ്പൊ അവനാച്ചങ്ങ പാവം, അവനധികം വാശിയൊന്നും ഇല്ലാട്ടോ, പാവാണ്. പിന്നെ തേജപ്പനും ഉണ്ണിയോളെന്ന് വെച്ച് ജീവനാണ് കേട്ടോ. ഇപ്പൊ എല്ലാ ഉണ്ണിയോളെയും കണ്ട് അങ്ങനെ എടുത്ത് കൊഞ്ചിക്കാൻ എനിക്കൊന്ന് മടിയിൽ വെച്ച് തരുമോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കും കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ അതിനെ ഇട്ടിട്ട് ഇങ്ങനെ മോളിക്കൊക്കെ പൊക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനും ഉണ്ണീനെ കണ്ട ഒരു വട്ടെങ്കിലും എടുത്ത് മടിയിൽ വെക്കണം കേട്ടോ. അതുവരെ അവൻ മേമയൊന്ന് വെച്ചായോ പാപ്പ ഒന്ന് വെച്ചായോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ആദർശേട്ടൻ കുറച്ച് നേരം മടിയിൽ എടുത്ത്
വെച്ചു കൊടുത്തുട്ടാ. അങ്ങനെ ഇതേ അപ്പുറത്തിരുന്നിട്ടൊക്കെ അവനിങ്ങനെ ഇരുന്ന് കളിപ്പിക്കാണ്ടോ. അവൻ അച്ഛനപ്പം നല്ല മൂഡിലായിരുന്നു, എല്ലാവരുടെ അടുത്തും ചിരിച്ച് ഭയങ്കര സെറ്റായിട്ടായിരുന്നു. എപ്പോഴാണ് ഇനി ദേഷ്യം വരികയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വിനീഷയുടെ മുഖത്തേക്കൊക്കെ നോക്കി അങ്ങനെ കിടക്കാൻ കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഇവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അവിടെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേരൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഈ ഒരു ഭാഗത്ത് നമുക്ക് അച്ഛനെ നമ്മുടെ ടീം ഫുള്ളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കണം. അപ്പോൾ ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഒരുമിച്ച് കിട്ടി. പക്ഷെ എൻ്റെയും മാധുവിൻ്റെയും ഇടയ്ക്കിൽ വേറൊരു ചേട്ടൻ പെട്ടെന്ന് മാത്രം കേട്ടോ. അങ്ങനെ സദ്യക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചോറിലേക്ക് ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു തൃപ്തി തോന്നില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞു വെച്ചെങ്കിൽ. അപ്പോൾ ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ ഇപ്പോൾ ചെയ്യാ വെച്ചിട്ട് അങ്ങനെ, എന്നാലും സാമ്പാറും പായസമൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും അവിടുത്തെ പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് വെച്ചെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അമ്മയുടെ അടുത്തും കുമാരി വല്യമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ ഉണ്ണി. അപ്പോൾ അവൻ അവരുടെ അടുത്ത് ഇരുന്നോളൂ. അപ്പം നിഷ വന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കാറുണ്ടോ. പിന്നെ ഇവിടെ ഇതേ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ട് നോക്കിയിട്ട് ഇതേ ചേച്ചി മാളു ആദു ആദർശേട്ടൻ എല്ലാവരും ഇതേ ഡാൻസ് ഇങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. ടഫ് സ്റ്റെപ്പ് വേണ്ട, സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണി നൈസായിട്ടൊന്ന് വാശി പിടിച്ചു തുടങ്ങി. വാശി പിടിക്കാൻ മീൻസ് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ ഇങ്ങനെ ആട്ടി ഉറക്കാന്നൊക്കെ പറഞ്ഞിട്ട് വല്യമ്മ ഇങ്ങനെ ആട്ടി ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വീഡിയോസ് കൊടുത്തു കൊടുക്കണത് ഞാനാണ് കേട്ടോ. അതാണ് എന്നെ എവിടെയും കാണാത്തത്. ഞാൻ ഇത് ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് ഞാനും ഉണ്ടാവും ഡാൻസ് കളിക്കാനൊക്കെ. ഇപ്പം എങ്ങാനും ഡാൻസ് കളിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ പിന്നെ കാലുമ നീര് വരെ എന്തെങ്കിലും ചെയ്തു വെച്ചെങ്കിൽ അപ്പം പറയും അവൾ കിടന്ന് ചാടിയിട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടേക്ക് പിന്നെ ചീത്ത കേട്ടിട്ടൊരു വിധവും. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി നിൽക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ആദർശനം കാറൊക്കെ എടുത്ത് വന്നു. നമ്മൾ ഇരുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിലുണ്ട് കാറൊക്കെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ നമ്മൾ കാറിൽ കയറി പോകാനുണ്ട്. അപ്പോൾ മാളു അതൊന്നും വരുന്നില്ല കേട്ടോ. അവർ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീടും. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി പിന്നെ റിസപ്ഷന് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വീടെത്തി പിന്നെ ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും പോകണം കേട്ടോ. അങ്ങനെ അച്ഛത് ഇവിടെ സൈഡായി ചേച്ചിയും ചേട്ടൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. തേജപ്പനും ആദർശനും കൂട്ടിയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൂലക്കിലേക്കും കിടക്കണം കേട്ടോ. കാരണം ഫുഡ് കഴിച്ചാൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ, പിന്നെ വെയിലൊക്കെ കൊണ്ടിട്ടേ. അങ്ങനെ പിന്നെ നമ്മളൊരു 3 മണി വരെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷടപ്പടയിൽ നടന്നു ഡ്രസ്സൊക്കെ മാറി വേഗം സെറ്റ് ആവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ പണ്ടത്തെ പോലെ എൻ്റെ ഡ്രസ്സുകളൊന്നും കയറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കിട്ടിയ ടോപ്പ് കുറച്ചൊന്ന് അഴിച്ചിട്ടിട്ട് ഞാനതിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ചേച്ചിയും ചേട്ടനൊക്കെ ഇതേ പുറത്തേക്ക് ഇറങ്ങി ആദർശനൊക്കെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മറത്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലൊരു അടിപൊളി അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആദർശേട്ടനും പോയിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവർ ഇതോടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് വിഷ്ണുവേട്ടൻ നിഷേനെ കല്യാണം വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് വല്യമ്മ വരുന്നില്ല, വല്യമ്മയ്ക്ക് പല്ലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയൊക്കെ വിളിച്ച് വല്യമ്മോട് വായു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വല്യമ്മേനെയും വെയിറ്റ് ചെയ്ത് കാട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു അഞ്ജുനെയും കൂട്ടിയിട്ട് വിഷ്ണുവിനോട് പൊക്കോ, വിനീഷേട്ടൻ സ്കൂട്ടി എടുത്ത് വരും, നമ്മളെല്ലാവരും കൂടി കാറിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതേ വല്യമ്മേനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്കും വിഷ്ണുവേട്ടൻ അഞ്ജുവിനെ കൂട്ടി അവർ ട്രിപ്പ് അടിക്കായിരുന്നു. വിഷ്ണുവേട്ടൻ അഞ്ജുനെയും കൂട്ടിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ വല്യമ്മേനെ കാത്തുനിന്ന് വല്യമ്മ വേഗം ഡ്രസ്സൊക്കെ മാറി വേഗം ഷടപടയെന്ന് ഓടി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇനി ഇതേ കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ കേട്ടോ. നമ്മുടെ തറവാട്ടമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീട് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇനി ഇവിടെ അടുത്ത ഞായറാഴ്ച ഇവിടെ നമ്മുടെ ദേവുട്ടിയുടെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട്ടമ്പലം. അപ്പോൾ ഈ വലിയച്ഛനെ കണ്ടപ്പോൾ അമ്മയും വലിയമ്മയും കൂടിയിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. അപ്പോൾ ആദർശമായിട്ട് തറവാടിൻ്റെ അങ്ങോട്ട് വണ്ടി ഇറക്കിയിടാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് സൈഡാക്കിയിടാൻ കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനും അവൻ്റെ അർജുമാമയും കൂടിയിട്ട് അവിടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തറവാട്ടമ്പലം ഇതാച്ചങ്ങ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാളു ആദു ടീംസൊക്കെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചി പറയണത് നിന്റെ ഫോൺ കിട്ടതായോ, നിന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുക, നീ എൻ്റെ ഫോണിൽ എടുക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ പിന്നെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുത്തോണ്ട് കേട്ടോ. കാരണം എൻ്റെ ഫോണിൽ ഞാൻ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് മാത്രമേ കിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ അവളുടെ ഫോണിലാച്ചെങ്കിൽ അവൾ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ അവളതിനും കിട്ടില്ല. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അങ്ങോട്ടും ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീഡിയോസ് എടുത്തോണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവൾ പറയണ്ടേ നീ അവരുടെ എടുക്കാതെ തിരിച്ച് തന്നെ എടുക്കടി എന്ന് പറഞ്ഞിട്ട് അവളുടെ വീഡിയോ എടുക്കാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേം ചെക്കൻ്റെ വീടെത്തി.
അതൊന്ന് ലുക്കായി. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കാട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ മുന്നേ പഠിച്ചായിരുന്നു ഒരു ചേച്ചിട്ടാ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ചേച്ചി +2 എത്ര കൂടെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി അടുത്ത് സംസാരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതേ തേജപ്പം ഇതേ ഉണ്ണീനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണീനെ അവന് ഭയങ്കര ഇഷ്ടം എടുക്കാനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നിഷേധ അവൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നിൽക്കട്ടെ. പിന്നെ അവന് കൊടുക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ അവന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ പിടിക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അധികം നേരത്താക്കില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ തന്നെ അവന് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് അതവിടെ ചെക്കനും പെണ്ണൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അഞ്ജനയുടെ. അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മളൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരാന്നറിയില്ല എൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ഒരു സ്പൂൺ ഞാൻ അടുത്ത് കഴിച്ചു. പിന്നെ നമ്മുടെ മാളുമ്മയ്ക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ ആരൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. ആരോ എനിക്ക് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ മോൾ ഐസ്ക്രീം കഴിച്ചോ പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആദർശമായിട്ട് രാധുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് അതിനെ പറ്റിക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ നേരെ എൻ്റെ തേജപ്പിന് എൻ്റെ ഐസ്ക്രീം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇവരിത് ഡാൻസിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ടോ. അങ്ങനെ പിന്നെ മാളും അതും കൂടിയിട്ട് വേഗം 2 ഫോട്ടോസ് എടുത്ത് വരാൻ പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പിന്നെ നമുക്ക് നമ്മുടെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കാമല്ലോ. അപ്പോൾ അവർ വേഗം ഫോട്ടോ എടുക്കാൻ പോയിട്ട് അങ്ങനെ നിൽക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി ഡാൻസിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു. ചേച്ചി തേജപ്പൻ അഞ്ചൊക്കെ അപ്പുറത്ത് നിന്ന് ഫുഡ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അങ്ങനെ പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ നിന്ന് പിന്നെ ഓരോരുത്തരും ഇരിക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഇരിക്കാട്ടോ ചെയ്തത്. ആദർശേട്ടനും മിനീഷേട്ടനും കിരൺചേട്ടനും ഒക്കെ താഴ്ത്തു പോയിട്ടോ. ഞാൻ പിന്നെ താഴ്ത്തു പോകാതിരുന്നത് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വീണ്ടും കയറേണ്ട വെച്ചിട്ടാട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കേണ്ട സീറ്റ് കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഞാനൊക്കെ ആകെ വിയർത്ത് ഫുഡ് കഴിച്ച് ക്ഷീണിച്ചിട്ടോ. അങ്ങനെ ഇതേ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് കല്യാണമല്ലേ നമ്മളെല്ലാവരും കൂടി കാണുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടെ കുഞ്ഞിച്ചക്കൻ ആ ഗ്യാപ്പിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന്മാരൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടി പോവാട്ടോ. ഇനി നമുക്കും സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണം. നമ്മളാരും രാവിലെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ റിസപ്ഷന് പോകുമ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ആദ്യം ഗേൾസ് മൊത്തം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശേട്ടനും വിനീഷേട്ടൻ വിഷ്ണുവേട്ടൻ നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടേക്ക് റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറിപ്പോയി ഒരു 7 മണി 7:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ 12:30 വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം 8 മണി തൊട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിച്ച് വശം കേട്ടോ. അപ്പോൾ പിന്നെ ഓൾറെഡി നമ്മൾ രാവിലെ തൊട്ടേ ഫോട്ടോസ് എടുത്തിട്ടും ആകെ ക്ഷീണിക്കും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്നത്തെ കാര്യക്ക് ഇപ്പോൾ ആലോചിക്കാനേ വയ്യ. അങ്ങനെ നമ്മൾ ഫോട്ടോസ് കൊടുത്തതിന് ശേഷം ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറയാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവരെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഡാൻസ് കളിക്കാം, അതിൻ്റെ പാട്ട് സെലക്ട് ചെയ്യണം. ആദർശേട്ടനൊക്കെ ഇപ്പോൾ എന്താ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആദർശേട്ടനും വിഷ്ണുവേട്ടനൊക്കെ ഇപ്പോൾ ടോട്ടലി ചേഞ്ച് ആയി. എല്ലാവർക്കും ഇപ്പോൾ ഡാൻസാണ് മെയിനായിട്ട്. നമ്മുടെ ഗ്രൂപ്പൊക്കെ തുറന്ന് നോക്കുക ഫുള്ള് ഡാൻസിൻ്റെ പാട്ടും ഓരോ സ്റ്റെപ്പും ഇത് പഠിക്കുക അത് പഠിക്കുക എന്നുള്ള ഫുൾ ചർച്ചയാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ ഇതേ ഞാനും അഞ്ചും കുറച്ച് നേരം ഇവിടെ ഇരുന്നൂട്ട കസാര കിട്ടിയപ്പോൾ. അപ്പോൾ അതും വിനീഷേട്ടനും ഇതേ അപ്പുറത്തിരിക്കുന്നുണ്ട്. ആദർശേട്ടനും ഇതേ സ്റ്റെപ്പൊക്കെ കളിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ ഓരോ പാട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഇവരിവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും വലിയമ്മൊക്കെ പറയുന്നുണ്ട് ഇരുട്ടാവണയൊക്കെ മുന്നേ നമുക്ക് പോവാന്നൊക്കെ. അപ്പോൾ ഇവരവിടെ നിൽക്കുക. നമ്മളിപ്പോൾ വല്ലപ്പോഴല്ല ഇങ്ങനെ ഒത്തുകൂടുക. ആ സമയത്ത് കുറച്ച് ടൈം എടുത്ത് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തെ റോഡിൽ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് വെറുതെ നടക്കുന്നത്. അപ്പോൾ അമ്മയും വലിയമ്മയും പിന്നെ നമ്മുടെ ഒപ്പം ഉണ്ട്. ബാക്കി എല്ലാവരും അമ്മായിമാരൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. റിസപ്ഷൻ കഴിഞ്ഞിട്ട് മാളും അതൊന്നും നേരെ നമ്മുടെ വീട്ടിലേക്ക് അല്ലാട്ട് വരണവർ നേരെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ റിസപ്ഷൻ്റെ ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോൾ ആ വണ്ടിയിൽ അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് കണ്ട. അപ്പോൾ ഒരാളെ കിട്ടിയാൽ ഒരാളെ കാണില്ല. അപ്പോൾ അങ്ങനെ ഇവരുടെ പ്രാക്ടീസിന് ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കേട്ടോ. അപ്പോഴും നമ്മുടെ ആദർശേട്ട അവിടെ ഇല്ല. ഒരു അർജന്റായിട്ട് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശേട്ട അത് സംസാരിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ആരും സംസാരിക്കാനൊന്നും സമ്മതിച്ചില്ല. നേരെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു കേട്ടോ. അല്ല വണ്ടി എടുക്കാൻ വരാൻ പറഞ്ഞു.
അങ്ങനെ ആദർശേൻ്റെ എല്ലാ സ്റ്റെപ്പും എപ്പോഴും ഏത് ഡാൻസ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ മാളുമ്മയാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടന് ആ ഒരു ഇത് മാളു കറക്റ്റാക്കി കൊടുക്കും കേട്ടോ. എനിക്കും അതെ കേട്ടോ, എനിക്ക് ഡാൻസ് കളിക്കാൻ വലിയ ഐഡിയൊന്നുമില്ല, എന്നാലും ഒരാൾ പഠിപ്പിച്ചെന്നാൽ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് കളിച്ചിങ്ങനെ പൂട്ടാം. അങ്ങനെ ഇവരുടെ വീഡിയോസ് കൊടുത്തു കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അങ്ങനെ ഇത് ഡാൻസ് കണ്ടിട്ട് ഇവരുടെ ഡാൻസ് തന്നെ നോക്കി നിൽക്കാൻ കേട്ടോ. വൺ കോമഡി കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ചിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ചൊരു വിധാവും കേട്ടോ. അങ്ങനെ ഇത് വീഡിയോസൊക്കെ ഒരു 3-4 നമ്മൾ എടുത്ത് സെറ്റാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് ഇനി വീട്ടിൽ പോകണം. അപ്പം എല്ലാവരുടെ അടുത്തും ബായൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും ചേച്ചിയൊക്കെ ബ്ലാക്ക് ഡ്രസ്സാണ്, ഞാനും ആദർശേട്ടൻ മാളൊക്കെ റെഡിൽ വിട്ടു കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അർജു ഐസ്ക്രീം ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തേജപ്പൻ അത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും വീട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട, നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ വിഷ്ണേട്ടനും അർജു, വല്യമ്മ, അഞ്ചു എല്ലാവരും ഉണ്ട് കേട്ടോ. നിഷ ഉണ്ണി കരഞ്ഞപ്പോൾ നേരെ വിഷ്ണേട്ടൻ ഉണ്ണീനെയും നിഷേനെയും കൂടിയിട്ട് വീട്ടിലാക്കി കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, പാലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കി കിടക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോവാം ഒരു ഇതല്ലേ. അപ്പം തന്നെ വീട്ടിൽ പോയിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഉമ്മർത്തിരുന്നിട്ട് ഇങ്ങനെ ഫുള്ള് ഓരോ കഥ പറച്ചിലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് പറയാൻ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ആരുടെ കല്യാണമുള്ള ഇനി ആകെയുള്ളത് കിരൺചേട്ടൻ മാത്രമാണ്. കിരൺചേട്ടൻ്റെ ഈ പ്രായത്തിൽ നമ്മുടെ ആദർശേട്ടൻ്റെ വേണ്ടിയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിരൺചേട്ടൻ ഇപ്പോൾ കല്യാണം കഴിക്കണ്ടോ എന്തോ. അപ്പോൾ കിരൺചേട്ടൻ്റെ കല്യാണമാണ് നമുക്ക് ഇനി അടിച്ചു പൊളിക്കാനുള്ളത്. വിഷ്ണുവേട്ടൻ്റെയും വിനീതേട്ടൻ്റെയും അങ്ങനെ നമ്മുടെ കസിൻസിൻ്റെ ഏറെക്കുറെ മൂത്തോരുടെ എല്ലാവരുടെയും കഴിഞ്ഞു. പിന്നെ മാളു അതും അച്ചു ടീംസൊക്കെ ചെറിയ പിള്ളേരാണല്ലോ. അപ്പോൾ ഇനി വേഗം കിരൺചേട്ടൻ്റെ കല്യാണമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ തേജപ്പ ഇത് ഷട്ടിൽ ബാറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ വിഷ്ണുമാമിയും തേജപ്പനും കൂടിയിട്ട് ഷട്ടിൽ കളിക്കാൻ കേട്ടോ. പിന്നെ ഇതേ നമ്മളമ്മ ഉച്ചയാകുമ്പോൾ വന്നപ്പോൾ തന്നെ രാവിലെ എടുത്ത സാരികളും കാര്യങ്ങളൊക്കെ അമ്മ കഴുകിയിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മ ഇത് എടുത്ത് വെക്കാണ്ട്. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒക്കെ വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ തൊട്ടേ ഇങ്ങനെ നടന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ ഇതേ ഇവിടെ കളി ഇവർ രണ്ടുപേരും കൊണ്ട് ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വല്യമ്മയും വിഷ്ണേട്ടനും മഞ്ജുക്കെ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തൊക്കെ ബായൊക്കെ പറഞ്ഞ് അവരും പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.